ജനപിന്തുണയുള്ളയാൾ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ജനവികാരം മറികടന്നാൽ ആത്മഹത്യാപരമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. മുസ്ലിം ലീഗ് ഇന്ന് കൃത്യമായ നിലപാട് പറയുമെന്നും PMA സലാം വ്യക്തമാക്കി. UDFന്റെ ശക്തി എന്ന് പറഞ്ഞ ജനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനെ നെഞ്ചേറ്റിയിട്ടുണ്ട്. ആ ജനവികാരം മറികടന്നുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകാൻ UDFന് കഴിയില്ല. കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കും. കോൺഗ്രസ് നേതൃത്വം ഞങ്ങളുമായി ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം ഓരോ വിഷയത്തെ സംബന്ധിച്ചുള്ള ലീഗിൻ്റെ അഭിപ്രായം അവരോട് പറയും. അതാണല്ലോ അതിൻ്റെ മര്യാദ. തീർച്ചയായും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾ വിശ്വസിക്കുന്ന, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവേ മുഖ്യമന്ത്രിയാവൂ. അതിൽ ഒരു സംശയം വേണ്ട. ഒരു ജനവിരുദ്ധനെ മുഖ്യമന്ത്രിയാക്കാൻ UDFോ കോൺഗ്രസോ ലീഗോ ആരെങ്കിലും തയ്യാറാവൂ? അതിനിടെ മുസ്ലിം ലീഗിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു. മുസ്ലിം ലീഗിലെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വേണമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്നയാളാകണമെന്ന് കോൺഗ്രസ് പറയൂ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്നയാളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം കോൺഗ്രസ് ആരോടും പറയൂ. ഈ വിജയം എന്ന് പറയുന്നത് ആരും മറക്കരുത്. ഇത് പാർട്ടിയുടെ വിജയമാണ്, ഇത് മുന്നണിയുടെ വിജയമാണ്. ആ വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കുന്ന ഒരു നടപടി ആരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? ഇതിന്റെ അകത്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ആരും ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ ആരും ക്രോസ് ചെയ്യാറില്ല, ക്രോസ് ചെയ്യത്തില്ല. അത് രാഷ്ട്രീയ മര്യാദയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. ഇന്ന് വൈകിട്ട് AICC നിരീക്ഷകർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണും. വിനേഷ് കുമാർ വിവരങ്ങൾ. വിനേഷ്, ജനപിന്തുണയാൾ നേതാവാട്ടെ എന്ന് പറയുമ്പോൾ KCക്ക് ജനപിന്തുണയുണ്ട്, RCക്ക് ജനപിന്തുണയുണ്ട്, VDക്കുണ്ട് ജനപിന്തുണ. അതിനപ്പുറം ആരെയാണ് മുഖ്യമന്ത്രിയാക്കണമെന്ന് കൃത്യമായി തന്നെ ലീഗ് നിലപാട് പറയുന്നുണ്ട്. അത് VDക്ക് അനുകൂലമാണ് നിലപാട്. അത് ഹൈക്കമാൻഡിനോട് ഏത് ഭാഷയിൽ പറയും എന്നതുകൂടി പ്രധാനമാണ്. വിനേഷ്, ഹാഷ്മി അമൃത, തീർച്ചയായും. കാരണം മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്തിരിക്കുന്ന നിലപാട് നമുക്കറിയാം. അതിൽ VD സതീശൻ അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ലെന്ന് തന്നെയാണ് നമ്മൾ മുസ്ലിം ലീഗിലെ നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് വ്യക്തമായൊരു കാര്യം അതാണ്. എന്തായാലും മുസ്ലിം ലീഗ് നേതാക്കൾ വൈകുന്നേരത്തോടുകൂടി മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ മറ്റുള്ള ഈ ഹൈക്കമാൻഡ് നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തും. കൃത്യമായി തന്നെ അത് VD സതീശനെ പോലെ ജനപിന്തുണയുള്ള ഒരാളെ, അല്ലെങ്കിൽ ഒരു മതേതര ചേരിയിൽ നിൽക്കുന്ന ഒരാളെ, സമുദായ നേതാക്കന്മാർ ബഹളം വെക്കുമ്പോൾ അവരുടെ ശരികേടുകളെ തുറന്നു കാണിക്കുന്ന ഒരാളെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ്. അതിൽ മാറ്റമില്ല. നമ്മൾ PMA സലാമുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ അതാണ്. ജനപിന്തുണയുള്ള ഒരാളല്ലെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും കാര്യങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും 2 ദിവസമായി PMA സലാം ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും 2:45 എത്തുന്ന വന്ദേ ഭാരതിലെത്തും. അതിനുശേഷമായിരിക്കും വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഈ ഹൈക്കമാൻഡ് നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തുക. ലീഗ് അവരുടെ ലീഗിന് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് കൃത്യമായി തന്നെ പറയും. അത് ജനപിന്തുണയുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളൊരു നിലപാട് തന്നെയാണെന്ന് പറയുന്നു. സ്വാഭാവികമായും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് VD സതീശൻ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്, അത്തരത്തിലുള്ളൊരു ചർച്ച തന്നെയാണ് മുസ്ലിം ലീഗിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ അക്കാര്യം തന്നെയായിരിക്കും ഈ ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ മുമ്പിൽ അറിയിക്കുക, അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് അത്തരത്തിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവണമെന്ന ഒരു നിലപാട് തന്നെയായിരിക്കും മുസ്ലിം ലീഗ് വെക്കുക. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഘടകകക്ഷികളോടും ഹൈക്കമാൻഡ് അവരുടെ നിലപാട് തേടും. അതിനുശേഷം എല്ലാം കൂടെ ആറ്റിക്കുറുക്കി ഞായറാഴ്ച ഒരു തീരുമാനം എന്നാണ് അറിയുന്നത്. വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.